എന്തായാലും കാലവർഷക്കെടുതി സംസ്ഥാനത്തെ ബാധിച്ച് തുടങ്ങിയ ഒരു സാഹചര്യം. കാലവർഷം എത്താൻ പോകുന്നേയുള്ളൂ. വേനൽമഴ ഇത്രയും രൂക്ഷമായി, ന്യൂനമർദ്ദങ്ങളൊക്കെ വന്നു. അത് വലിയ രീതിയിൽ സംസ്ഥാനത്തെ ബാധിച്ച സാഹചര്യത്തിലാണ് പണം അനുവദിക്കാൻ, കാലവർഷക്കെടുതികൾ നേരിടാൻ പണം അനുവദിക്കാൻ സർക്കാർ താമസിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു താമസം നേരിടുന്നു എന്നുള്ള ആരോപണങ്ങൾ രൂക്ഷമായിരുന്നു. അതിനിടയ്ക്കാണ് കാലവർഷക്കെടുതി നേരിടാൻ സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചു എന്ന റിപ്പോർട്ട് വരുന്നത്. ജില്ലകൾക്ക് 1 കോടി രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങൾക്കായും 1 കോടി വീതം അനുവദിച്ചിട്ടുണ്ട്. മഴക്കെടുതികൾ രൂക്ഷമായിട്ടും നേരത്തെ സൂചിപ്പിച്ചതിൽ പണം അനുവദിക്കാത്തത് വിമർശനങ്ങൾക്കിടയാക്കിയതിനാണ് ഇതിനിടയ്ക്ക് പണം അനുവദിച്ചത്. വിവരങ്ങളുമായി MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്തായാലും ഈ കാലവർഷക്കെടുതി നേരിടാൻ ഈ ഒരു തുക പര്യാപ്തമാണോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും അല്പം വൈകിയാണെങ്കിലും ഇത്തരത്തിൽ പണം അനുവദിച്ചിട്ടുള്ള സാഹചര്യം മാത്രമല്ല, വലിയ രീതിയിൽ മഴക്കെടുതി നേരിടുന്ന നഗരങ്ങൾക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങൾക്കായി 1 കോടി വീതം അനുവദിച്ച സാഹചര്യം എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായും ലക്ഷ്മി ഷാജി, ഇപ്പോഴാണ് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ പണം അനുവദിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും നേരത്തെ തന്നെ, അതായത് ഈ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അനുവദിക്കേണ്ട തുകയായിരുന്നു ഇത്. ഈ തുക അനുവദിച്ചിരുന്നുവെങ്കിൽ കൃത്യമായി മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുമായിരുന്നു. പക്ഷേ സംസ്ഥാനത്തെ ഒരു തദ്ദേശ സ്ഥാപനങ്ങളിലും അത് നടന്നിട്ടില്ല. കാരണം ഫണ്ട് അനുവദിച്ചിരുന്നില്ല. ഫണ്ട് കാരണം കൃത്യമായ കാലാവസ്ഥാ നിരീക്ഷണം ഉണ്ടായിരുന്നു. ഏത് സമയത്താണ്, ഏതാഴ്ചയിലാണ്, ഏത് തീയതി മുതലാണ് കേരളത്തിൽ വേനൽമഴ വരുന്നത് അല്ലെങ്കിൽ കാലവർഷം വരുന്നത് എന്ന് മുതലാണ് എന്ന് കൃത്യമായ മുന്നറിയിപ്പ് സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ പണം അനുവദിക്കാൻ അവർ കൂട്ടാക്കിയിരുന്നില്ല. അവസാന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ റോഡുകളെല്ലാം വെള്ളത്തിൽ മുങ്ങുന്നു, എല്ലാ തോടുകളിലും കരകവിഞ്ഞ് ഒഴുകുന്നു, അതേപോലെ തന്നെ ഡാമുകളൊക്കെ തന്നെ, ചെറിയ ഡാമുകളൊക്കെ തന്നെ അതിൻ്റെ ഷട്ടറുകൾ തുറക്കുന്ന സാഹചര്യമൊക്കെ വരുമ്പോഴാണ് സർക്കാർ പണം അനുവദിക്കുന്നത്. പക്ഷേ ഈ പണം ഒന്നിനും തികയുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങൾക്ക് 1 കോടി രൂപ വീതം അനുവദിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും പര്യാപ്തമല്ല എന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ജില്ലാ കളക്ടർമാർ, കൃത്യമായി പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അടക്കം ഈ പണം അനുവദിക്കാത്ത വിഷയം പൂർവ്വകാല ശുചീകരണത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായ റിപ്പോർട്ട് സർക്കാരിന് നൽകിയതാണ്. പക്ഷേ അന്നൊന്നും പണം അനുവദിച്ചില്ല. അവസാന ഘട്ടത്തിലാണ് പണം അനുവദിക്കുന്നത്. പക്ഷേ അത് കൃത്യമായി വിനിയോഗിക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ പൂർവ്വകാല ശുചീകരണം നടക്കാതെ പോയതുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര പെട്ടെന്ന് ഈ വേനൽ മഴ ആളുകളെ ഇത്രയധികം ബാധിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. സർക്കാർ ഇക്കാര്യത്തിൽ യാതൊരു മുൻകരുതലും എടുത്തില്ല. അവസാന ഘട്ടത്തിലാണ് ഈ പണം അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേകം പണം അനുവദിക്കുന്നുമില്ല. കാരണം നമുക്കറിയാം, ഈ പകർച്ചവ്യാധികളടക്കമുള്ള വിവിധ രോഗങ്ങൾ ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ മഞ്ഞപ്പിത്തം അടക്കമുള്ള രോഗങ്ങൾ വളരെ വ്യാപകമായി പടരുന്ന ഒരു സാഹചര്യം. മഴക്കാല രോഗങ്ങളും വളരെ വ്യാപകമാണ്. പക്ഷേ ആരോഗ്യ മേഖലയ്ക്ക് കൃത്യമായ ഫണ്ട് അനുവദിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടുമില്ല. അതുകൊണ്ട് 1 കോടി രൂപ വീതം പ്രധാനപ്പെട്ട നഗരങ്ങൾക്ക് അനുവദിക്കുന്നു. ബാക്കി എല്ലാ ജില്ലകൾക്കും പണം അനുവദിച്ചുകൊണ്ട് സർക്കാർ അവസാന ഘട്ടത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. പക്ഷേ അത് നേരത്തെ നൽകിയിരുന്നുവെങ്കിൽ ഇത്രയധികം നാശനഷ്ടങ്ങൾ ജനങ്ങൾക്കുണ്ടാകില്ലായിരുന്നു. കുറച്ചെങ്കിലും ആശ്വാസം നൽകാൻ സർക്കാരിനാകുമായിരുന്നു. ഇത് സർക്കാർ വരുത്തിവെച്ച വിനയാണ്. അവരുടെ കൃത്യവിലോപമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ലക്ഷ്മി, വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.